ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃപ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണോ ചെയ്യുന്നത്. അങ്ങനെ സുജാതയും സാഗറും അതുപോലെ തന്നെ ആൻറ്റിയമ്മയും എല്ലാവരും ഓടി വരുന്നുണ്ട്. ആകെ വിഷമത്തിലാണ് കേട്ടോ, എല്ലാവരും സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണ്. കാരണം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു മേജർ ഓപ്പറേഷൻ വേണം കൃപയ്ക്ക്. അതുകൊണ്ട് അത് പ്രശ്നമാണെന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അവരാകെ തകർന്നു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് കൃഷ് അവിടേക്ക് വരുന്നുണ്ട്. കൃഷ് ആകെ തകർന്ന മട്ടിലാണ് വരുന്നത്. കാരണം തൻ്റെ സ്വന്തം സഹോദരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, അവൾ എന്നെ വിട്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നു. അങ്ങനെ എല്ലാവരോടും ചോദിക്കുമ്പോൾ അവൾക്കൊരു മേജർ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ കൺമണിയോട് പറയുന്നുണ്ട്, എൻ്റെ കൃപ അവൾ ഇന്ന് ഓഫീസിൽ വന്നിട്ട് ഇന്ന് ഒരു ട്രീറ്റ് കൊടുക്കണം എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നവളായിരുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ. കൺമണിയോട് പിന്നെ കൃഷി പറയുന്നുണ്ട്, എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടുമോ കൺമണി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലുള്ള സർ, അവൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നും പറയുന്നു. അങ്ങനെ സാഗറിനോടും അതുപോലെ തന്നെ സുജാതയോടൊക്കെ പോയിട്ട് കൃഷി പറയുന്നുണ്ട്, അച്ഛൻ എനിക്ക് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള ആ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകണം. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. എനിക്ക് അങ്ങനെ വിഷമാവുന്നു. എൻ്റെ എൻ്റെ അനിയത്തിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം, എനിക്കത് സഹിക്കുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ കൃഷി പറയുന്നത് കേട്ടോ. അപ്പോഴത്തേനും അതെല്ലാം തന്നെ വീഡിയോ ആക്കിയിട്ട് എന്തായാലും ബലരാമൻ്റെ വീട്ടിലിരുന്ന് കാണുക കേട്ടോ. ബലരാമൻ്റെ അച്ഛനും അമ്മയും ആൻറ്റിയും ഒക്കെ. ബലരാമൻ്റെ അച്ഛന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം ഇവരെ പണ്ട് തകർത്ത ഒരാളാണ് സാഗർ. അതുകൊണ്ട് തന്നെ ആ ഒരു പക ഇവരുടെ മക്കളെ ഉപദ്രവിച്ച് എങ്ങനെ തീർക്കാമെന്ന രീതിയിൽ തന്നെ അവർ വിഷമിക്കുന്നത് ഇവർക്ക് നേരിൽ കാണണം. അങ്ങനെ ബലരാമൻ്റെ അമ്മ പറയുന്നുണ്ട്, മോൻ കണ്ടോ അച്ഛൻ്റെ മുഖത്തുള്ള സന്തോഷം, എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അച്ഛൻ ഇങ്ങനെയൊന്ന് ചിരിച്ചിട്ട് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയുന്നു. ബലരാമ, നിനക്ക് വിഷമമുണ്ടോ? ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നീയല്ലേ ചെയ്തത്? എനിക്ക് ഒരിക്കലും വിഷമമൊന്നുമില്ല അമ്മേ, കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് തരേണ്ട ഒരു കടമയല്ലേ എന്നൊക്കെ പറയണം. എന്നാൽ നീ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനുള്ള സമയമായി, നീ അവരോട് ഒരുപാട് സഹതാപത്തോടു കൂടി സംസാരിക്കണം എന്നും പറയുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം അമ്മയെന്ന് പറയുകയാണ്. അതിനുശേഷം തന്നെ കാണിക്കുന്നത് സാഗറിനെയും അതുപോലെ കൺമണിയൊക്കെയാണ്. എന്തായാലും ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നേഴ്സ് നമ്മുടെ കൺമണിയോട് പറയുന്നു. അങ്ങനെ സാഗർ പറയുന്നുണ്ട്, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം മോളെ എന്ന് പറയുന്നു. വേണ്ട സാർ, റെസ്റ്റ് ചെയ്തോളൂ, ഞാൻ ചെന്ന് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണനോട് സാഗർ പറയുന്നുണ്ട്, നീ കൂടെ ചെല്ല് അവളുടെ കൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, വേണ്ട സാർ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട, അവൻ കൂടി നിൻ്റെ കൂടെ വരും എന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണൻ കൺമണിയും കൂടെ ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാനായിട്ട് പോകുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നുണ്ട് കൺമണി എന്ന് പറയുമ്പോൾ, സാറ് പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അത് കുഴപ്പമില്ല, ഞാനും കൂടെ വരാം എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം തന്നെ അവിടെ അവർ പോണ തക്ക നോക്കി നിൽക്കുക കേട്ടോ ബലരാമൻ. കാരണം ഇവരുടെ മുന്നിൽ പെടാൻ പാടില്ലല്ലോ. അതിനുശേഷം ബലരാമൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇവർ പോയതിന് ശേഷം സാഗറിൻ്റെയും അതുപോലെ തന്നെ സുജാതയുടെ അടുത്തേക്ക് പോകുന്നു. വളരെ സ്നേഹത്തോടു കൂടി, അച്ഛ, അമ്മ, എന്താണ് മോൾക്ക് പറ്റിയത്, കൃപമോൾക്ക് എന്താ പറ്റിയത്, ഒരിക്കലും അവൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന രീതിയിൽ വളരെ സഹതാപ മട്ടിൽ തന്നെ അവരോട് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത് ബലരാമൻ. അവർക്കാണെങ്കിലോ ബലരാമനെ കാണുമ്പോൾ വളരെയധികം ആശ്വാസമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ആൻറ്റിയമ്മയ്ക്കാണെങ്കിലോ ഒരു സംശയം മണക്കുന്നുണ്ട് കേട്ടോ. കണ്ണടച്ച് തന്നെ ആൻറ്റിയമ്മ എന്തായാലും ബലരാമനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഉണ്ട്. പക്ഷേ സുജാതയും സാഗറും ആണെങ്കിലോ അവന് പൂർണ്ണത്തിലും വിശ്വസിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്, അവർക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഈ ഹോസ്പിറ്റലിലെ മാനേജറും അങ്ങനത്തെ സ്റ്റാഫുകളൊക്കെ അവിടെ വരുന്നു. അങ്ങനെ ബലരാമൻ സാർ ഞങ്ങളുടെ ദൈവമാണ്, സാറാണ് ഈ ഹോസ്പിറ്റലിൻ്റെ ഉടമ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബലരാമൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും തുല്യമായിട്ടുള്ള ആളുകളാണ്. ഇവരുടെ മോൾക്ക് തീരെ വയ്യാണ്ട് ആക്സിഡൻ്റായി ഇവിടെ കിടക്കുകയാണ്. ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും പറയുന്നുണ്ട്. തീർച്ചയായും എന്തായാലും മാഡത്തിനും അതുപോലെ സാറിനും ഇവിടുത്തെ VIP റൂം തന്നെ തരും. അതിനുശേഷം തന്നെ എന്ത് കാര്യമുണ്ടെങ്കിൽ ഡോക്ടർ അവിടെ വന്നിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഏറ്റവും വലിയ ചികിത്സ തന്നെ കൃപയ്ക്ക് ഇവിടെ കൊടുക്കും എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബലരാമനോട് പറയുന്നുണ്ട്, സാർ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് സമയമില്ല, 1-2 മീറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്.
പക്ഷേ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നു. എങ്ങനെ സുജാതയും സാഗറിനെയും എന്തായാലും കയ്യിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബലരാമൻ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.